ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇതെൻ്റെ ബർത്ത്ഡേൻ്റെ അന്നായിരുന്നു. രാത്രി 12 മണിക്ക് ഞാനും സിലും ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തതാണ്. ഇത് സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ സർപ്രൈസ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും 12 മണിക്ക് ജസ്റ്റ് കേക്ക് കട്ടാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് സർപ്രൈസ് ഒന്നുമല്ല. ആളെന്തായാലും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു, സർപ്രൈസ് അല്ലെങ്കിലും. അങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ തന്നെ നീ ബേബീനെ ഉറക്കുന്നില്ലേ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നേഹപ്രസനങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കൊല്ലങ്ങളായിട്ട് ആളെന്നെയാണ് എന്നെന്തായാലും ഷാർപ്പ് 12 മണിക്ക് തന്നെ വിഷാക്കാറുണ്ടോ. പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ബർത്ത്ഡേയുടെ അന്ന് തന്നെ നമുക്ക് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ആൾക്കാരുടെ കയ്യിൽ, ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ കയ്യിൽ ഗിഫ്റ്റ് ഏൽപ്പിക്കായിരുന്നു. അത് ബർത്ത്ഡേയുടെ അന്ന് അവർ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഫോൺ ചെയ്തിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. 12 മണിയാകുമ്പോഴത്തേക്കും ഫോണാക്കിയിട്ട് മെല്ലെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കും. അതിലെന്താണുള്ളതെന്നൊക്കെ നോക്കും. അതൊക്കെ ഒരു ഭയങ്കര ത്രില്ലായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ എത്ര ഒരുമിച്ചിട്ട് അപ്പം തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കാലും വിഷ് ചെയ്യലും ഉണ്ടെങ്കിലും അതൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. അതൊക്കെ എന്തായാലും തിരിച്ചൊന്നും വരുന്നില്ല. എന്നാലും അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ ടൈമിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും അടുത്തിരുന്ന് സംസാരിക്കുന്നതും അതൊക്കെ ആയിരുന്നു നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആരും കാണാതെ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ്. ഗിഫ്റ്റ് എടുക്കുമ്പോഴും അങ്ങനെയാണ്, ആരെയും അറിയിക്കാണ്ട് മെല്ലെ പോയി ഗിഫ്റ്റ് എടുക്കുക. പർച്ചേസ് ചെയ്യാനും അത് കൊടുക്കാനും കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്നൊക്കെ അത് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അന്ന് അതൊക്കെ നല്ല കഷ്ടമുള്ള കാര്യവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അത് എന്തായാലും ആ കാര്യം നടക്കുമെന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ. പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുകയാണ് നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തായാലും നടക്കുമെന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അന്നത് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം എന്തായാലും ആ കാര്യം നമ്മുടെ ലൈഫിൽ കിട്ടും എന്നുള്ളത് എനിക്കിപ്പോൾ നല്ല ഉറപ്പാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? I love you all. I love you all. Nice, very good, super. എൻ്റെ ബേബിക്ക് എന്താണെന്നറിയില്ല, പുറത്ത് പോയാൽ മതി ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലിരിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. ആര് പുറത്ത് പോവുകയാണെങ്കിൽ ഇവന് പോകണം. കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ മതി അപ്പം തന്നെ ഓടിയെത്തും. ഞാനും വരട്ടെ കൂടെ എന്നൊക്കെയാണ്. അവന് പുറത്ത് പോയാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് വന്നതായിരുന്നു. സിലു കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇവൻ ഡാഡ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നോടൊരു 10 പ്രാവശ്യം ചോദിച്ചു, എവിടെ പോയതാണ്, വരൂലേ, എന്താ ലേറ്റായത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ആൾ കുറച്ച് ടോക്കറ്റീവാണ്. മാഷാഅല്ലാ നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഫുഡ് വരുന്നത് വരെ ഇവർ രണ്ടാളുടെ കളിയായിരുന്നു. ഫാസി കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫാസിയുടെ ബ്രദറുണ്ട്, അവൻ പറയായിരുന്നു ഇവൻ കളിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്നൊക്കെ. ഇപ്പം നല്ല കളിയാണ്.
ഡാഡ പിന്നെ ഇരാഷ് ഭയങ്കര കളിയായിരുന്നു. ഇവർ ഒരുമിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ടെൻഷനില്ല. കാരണം ഇവർ രണ്ടാളും എപ്പോഴും കളിച്ചുകൊണ്ട് നിൽക്കും. ഇവന് അങ്ങനെ തന്നെയാണ്. ഡാഡ ഉണ്ടെങ്കിൽ ഡാഡയുടെ കൂടെ ഭയങ്കര കളിയാണ്. അപ്പോൾ എനിക്ക് നല്ല ഫ്രീ ആണ്. ഞാൻ ടൗണിൽ വരുന്നത് വരെ ഉണ്ടല്ലോ എനിക്ക് വലിയ പ്ലാനിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഫാസിയോട് ജസ്റ്റ് പറഞ്ഞു എനിക്കൊരു ഡ്രസ്സ് വാങ്ങണമെന്ന്. അങ്ങനെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോവാന്നൊക്കെ ആൾ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡും വന്നു. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. ഇരാഷ് ഐസ്ക്രീം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ തൊട്ട് ഐസ്ക്രീം വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇരാഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. ജില്ലു ആണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന എന്തായാലും ഫാസി തന്നെ ആയിരിക്കും. വീട്ടിൽ ഫാസി കൊടുക്കുന്ന കുറവാണ്, ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഔട്ട് സൈഡ് പോവുകയാണെങ്കിൽ എന്തായാലും ഫാസി തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇരാഷ് പറയുക ഞാൻ തന്നെ ഫുഡ് കഴിക്കാം, ഞാൻ തന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറയും. അവനങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ കഴിക്കാമെന്ന് പറയാം. അത് വേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അവൻ തന്നെ കഴിക്കണം. പിന്നെ നിലത്തൊക്കെ ആക്കിയിട്ട് പിന്നെ സ്റ്റോപ്പാക്കും. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഫുള്ള് ഫുഡ് വേസ്റ്റായി കളയും. അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് മേടിക്കും. അവന് കഴിച്ച മടുത്തപ്പോൾ തൊട്ട് നമുക്ക് വാരി തരാണ്. ഐസ്ക്രീം ഓരോ സ്പൂൺ എടുത്ത് നമ്മുടെ വായിലിട്ട് തരാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഫാസി ജസ്റ്റ് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ പുറത്തിരുന്നു. ആൾ സംസാരിച്ചിട്ട് വരുന്നത് വരെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഫാസിക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ കുറേ നേരം എടുക്കും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്. ഇറാഷ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കുട്ടികളെ കാണുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ വേറെ കുട്ടികളെ എടുക്കുകയാണെങ്കിലും ഒരു തവണ ഞാനിങ്ങനെ ജസ്റ്റ് ആരെങ്കിലും കുട്ടീനെ എടുത്താൽ പിന്നെ ആ കുട്ടി നമുക്ക് തന്നെയാണ്. ഈ കുട്ടി നമുക്കായി, ഇനി അവർക്ക് വേണ്ട, നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറയുന്നേ. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഡ്രസ്സ് മേടിക്കാനായിട്ട്. അങ്ങനെ നോക്കിയിട്ട് ഞാൻ ആദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക്, അതാണ് മേടിച്ചത്. പിന്നെ വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നും ഒരു ഡ്രസ്സ് വാങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്നെ കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.